ഹായ് വെൽക്കം ബാക്ക്. ഇതൊരു എറർ ഫിക്സിംഗ് വീഡിയോ ആണ്. ആപ്പിളിൻ്റെ ക്വിക്ക് ടൈംബ്ലർ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആപ്പിൾ എനിക്കൊരു എറർ കാണിച്ചു. ഇൻസ്റ്റാൾ ആപ്പിൾ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു എറർ മെസ്സേജ് വന്നു. ഈ ഈ എറർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ആപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോ പറയുന്നത്. ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മൾ ക്വിക്ക് ടൈംബ്ലർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു എറർ മെസ്സേജാണ് വന്നത്. പ്ലീസ് ഇൻസ്റ്റാൾ ആപ്പിൾ ആപ്ലിക്കേഷൻ സപ്പോർട്ട്. ഈ ഒരു എറർ മെസ്സേജ് വരും. ഞാൻ ജസ്റ്റ് ഇത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്വിക്ക് ടൈംബ്ലർ ഓപ്പൺ ആയി വരില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്വിക്ക് ടൈംബ്ലർ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഒരു ഫോൾഡറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 39 MB ആണ് ആപ്ലിക്കേഷൻ സൈസ് പറയണത്. അതുകൂടാതെ നിങ്ങളുടെ സിസ്റ്റത്തിൽ വിൻറാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് എടുക്കുക. അതിനകത്ത് exe ഫയലായിരിക്കും QuickTime നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ വിൻഡോസ് 11 ഉപയോഗിക്കുന്നുണ്ട്. ഷോ മോർ ഓപ്ഷനിൽ വന്നിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു exe ഫയൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു 4 ഫയൽസായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു 4 ഫയലായിട്ട് മാറിയിട്ടുണ്ടാവും. അതിനകത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ആപ്പിൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ ആപ്ലിക്കേഷൻ സപ്പോർട്ട് MSI ഉണ്ട്. നമുക്ക് വേണ്ടത് ആപ്പിൾ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫയലാണ്. നിങ്ങളിത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ വന്നു. നെക്സ്റ്റ് അടിച്ച് വിടാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ ക്വിക്ക് ടൈം ഓപ്പൺ ചെയ്യാം. ക്വിക്ക് ടൈം ഓപ്പൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമയം എടുക്കും. ക്വിക്ക് ടൈം അങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആയി വരാറില്ല. അതെ, നമ്മുടെ ക്വിക്ക് ടൈം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ക്വിക്ക് ടൈമിൻ്റെ ഇൻസ്റ്റാൾ ആപ്പിൾ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എന്ന് പറയുന്ന എറർ ഫിക്സ് ചെയ്യുന്നത്? ഭയങ്കര എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ക്വിക്ക് ടൈംബ്ലർ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ക്വിക്ക് ടൈം ഉപയോഗിക്കുന്നത് ഒന്നല്ലെങ്കിൽ വീഡിയോ എഡിറ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അഡോബ് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഈ ഒരു 2 കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ ക്വിക്ക് ടൈം യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതേപോലൊരു എറർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിക്സ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ വിൻഡോസ് 10 നിന്ന് വിൻഡോസ് 11 മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇങ്ങനൊരു എറർ വരാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനൊരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ബൈ.